സോ ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഗെയിമുമായിട്ടാണ്. സോ നമ്മളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ നിങ്ങളെ കൺവെട്ടാത്തായിട്ട് വന്നത്. ഭയങ്കര ഒച്ച, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ചിട്ടേക്കാം. സോ അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഗെയിം കുറച്ച് ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ ബസ് സിമുലേറ്ററൊക്കെ കളിച്ചായിരുന്നു. നല്ല വ്യൂ ഒക്കെ കയറി 9-10 എന്താണ്ടൊക്കെ കയറിയിട്ടുണ്ട്. സോ ഞാൻ അതല്ല പറയാൻ വന്നത്, ഇത് വേറെ കണ്ടൻറ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഓപ്പൺ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓപ്പൺ വേൾഡ് എന്ന് പറഞ്ഞ സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻ്റെ വീട്ടിൽ വരാൻ പറ്റും. അതെ ഗൈസ്, ഇതിൽ ഈ ഒരു ഗെയിമിൽ ഇന്ത്യൻ മാപ്പാണ് കൊടുത്തിരിക്കണം. ഇന്ത്യൻ മാപ്പ്. അതിൽ നമ്മൾ കേരളത്തിൽ 4 സ്റ്റേറ്റ്സേ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളൂ. അതായത് കണ്ണൂർ, തൃശ്ശൂർ, കൊച്ചി, ട്രിവാൻഡ്രം, ഇതേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി നമുക്ക് 20 സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം ഇത്രേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പം ഇനി ഓപ്പൺ വേൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തുറക്കണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ വീട്ടിലായിട്ടൊക്കെ പോകാൻ പറ്റുമായിരിക്കും, എനിക്കറിയില്ല. സോ അപ്പോൾ നമ്മൾ ഇതേ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ബസ്സൊക്കെ നമുക്ക് സ്കിന്ന് കയറ്റേണ്ട തന്നെ കളിക്കാനൊക്കെ പറ്റും. ഇതേ കിടക്കണം കണ്ടില്ലേ? ഇത് നമ്മുടെ ലാലേട്ടൻ്റെ വണ്ടിയായി കിടക്കണം. ഞാൻ പറയാം, ഇത് സത്യം പറഞ്ഞത് ഏത് വണ്ടിയായിട്ട് മിക്സ് ആണെന്നറിയാം. ചെകുത്താനാണ് സാധനം, പക്ഷെ ഇത് മയിൽ വാഹനമായിട്ട് മിക്സാണ്. ചെകുത്താൻ ശരിക്കും ഇങ്ങനെയൊന്നും അല്ല ബോർഡ്, പക്ഷെ ഇതേ കണ്ട മയിൽ വാഹനം, അതെ മയിൽ വാഹനവും ചെകുത്താനും കൂടെ ലാലേട്ടൻ കൊളാബറേഷനാണ് ഗൈസ് നമ്മളീ കാണുന്നത്. KL1 KL1 രജിസ്ട്രേഷൻ. വണ്ടി അടിപൊളിയാണെന്ന് കണ്ട. KL1 B117 അടിപ്പം വണ്ടിയാണെന്ന് തോന്നുന്നു. ഇതിന് നമ്പർ പ്ലേറ്റ് ഇല്ല. അപ്പം ഇത് മൂവി റെഫറൻസ് കൊടുത്തിട്ടുള്ളൊരു അടിപ്പം വണ്ടിയാണ്. സോ നമുക്ക് നിർഭാഗ്യവശാൽ ഈ വണ്ടി ഒന്നും കിട്ടാൻ പോണില്ല. ഓക്കെ, നമുക്കപ്പോൾ ഇതിൽ നമുക്കിതെടുക്കാം. ട്രിവാൻഡ്രം ഒരു ലോങ് ട്രിപ്പ് ഗൈസ്. നമുക്കെന്നാൽ ഇത് തന്നെ എടുത്തേക്കാം. ഓക്കെ, നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു ലോങ് ട്രിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഞാൻ വണ്ടി കാണിച്ചു തരാം. ഞാൻ ഈ ഗെയിം കുറച്ച് കളിച്ചായിരുന്നു. പിന്നെ ഓർത്ത് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നല്ലോ അതല്ലേ എന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ യൂട്യൂബിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. സോ അങ്ങനെ നമുക്കൊരു ലോങ് ട്രിപ്പ് തന്നെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആണ് കേട്ടോ. ഓക്കെ, തിരുവനന്തപുരത്താണെങ്കിൽ ഇത് ഇതാണ് വിഴിഞ്ഞം പോർട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ഇതാണ്. നമ്മളെ വണ്ടി എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനാണ് പറയണത്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വണ്ടി ഉരുണ്ട് പോണ്. നിൽക്ക് ഞാൻ അകത്തെ സ്ക്രീൻ കാണിച്ചു തരാം. ഒച്ചോടാ, ഈ വണ്ടി അല്ലായിരുന്നു നമുക്ക് വേണ്ടത്. സോറി, ചാർജർ. നമുക്ക് സത്യം പറഞ്ഞ് ഈ വണ്ടി അല്ലായിരുന്നു വേണ്ടത്. ഇത് ഏതോ ട്രിവാൻഡ്രംകാരൻ്റെ വണ്ടിയാണ്. ആലപ്പുഴക്കാരൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. ഇതിവിടെ കർത്താവും കൃഷ്ണനും വള്ളാവും എല്ലാവരും കൂടെ വന്നിട്ട് പോട്ടെ, എന്തെങ്കിലും ആകട്ടെ. ഇതിപ്പം അല്ലാത്ത കുലുമാലല്ലേ. ഓക്കെ, അപ്പം നമുക്ക് റിവേഴ്സ് എടുക്കാം. ഓക്കെ, ഡ്രൈവറാ. സോറി, ബ്രേക്ക് പിടിച്ചാലേ നമുക്ക് ഗിയർ മാറ്റാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പം ഐശ്വര്യമായിട്ട് നല്ല ഒച്ചയുണ്ട്, വെറുതെ അല്ല. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ഡ്രൈവിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇതിൽ പാട്ടിടാൻ പറ്റണ ഓപ്ഷനൊന്നും ഇല്ല. എല്ലാവരും നമുക്ക് ചിക്കെടുക്കുമ്പോൾ കിടക്കുമ്പോൾ പിടുമ്പോൾ പാട്ടൊക്കെ ഇട്ട് പോകായിരുന്നു. ഹമ്പ് ഗൈസ്. റിയലിസ്റ്റിക്. ഓക്കെ, മലയാളത്തിൽ എഴുതി വെക്കേണ്ട ഓട്ടക്കാന്മാരി ഹിന്ദിയിൽ എഴുതി വെച്ചേ. അയ്യോ, റൂട്ട് നൈസായിട്ട് മാറിപ്പോയിട്ടുണ്ട്. ഞാനത് നോക്കിയാ ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, നമ്മളേതോ അംബുജ സിമെൻറ്റ്. കേരളം തന്നെ കേട്ടത്. അപ്പം നമ്മുടെ വീടൊക്കെ കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു സാറ്റലൈറ്റ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് തോന്നുന്നത്. എന്തെങ്കിലും ആട്ടെ, പക്ഷെ ട്രക്ക് മാത്രമല്ലേ കാണാനുള്ള. പറഞ്ഞില്ല, ദേ വന്നൊരു കാറ്. ഓക്കെ,
ഇത് റിയലിസ്റ്റിക് ആണ് കേട്ടോ. നമുക്ക് ഈ കാട്ടിൽ നിന്ന് പെട്ടെന്ന് കയറണം, ഇല്ലെങ്കിൽ നമ്മുടെ പെട്രോളിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ കാണിക്കും. ഇടിച്ചില്ല. ഗുഡ്. നമ്മളെ പ്രോ ഡ്രൈവറാണ്. നിങ്ങൾ കണ്ടല്ലേ ബസ് സിമുലേറ്ററിൽ നമ്മുടെ ഡ്രൈവിങ്. കില്ലാടി ഡ്രൈവിങ് അല്ലായിരുന്നു. യൂ ടേൺ ഒക്കെ എടുക്കാനാ എന്നോടോ? യൂ ടേണോ? നമ്മളത് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് എടുത്തേക്കും. ഇത് എൻ്റെ കഥയാ. പെട്രോൾ അടിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം അടിക്കണ്ട, അടുത്ത പെട്രോൾ സ്റ്റേഷനിൽ അടിക്കാം. കാരണം ഇച്ചിരിയും കൂടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. വല്ല വഴിയിലും കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമെന്നേ. ഇതേ ബോർഡ് വന്നിട്ടുണ്ട്, നമുക്ക് നിർത്തണമെന്ന് കണ്ടായിരുന്നു. കൊല്ലമാണെന്ന് തോന്നണം എഴുതി കാണിക്കണത്. കൊല്ലം, മൂന്നാർ, കൊല്ലം കഴിഞ്ഞിട്ടെന്ന് എഴുതിയേക്കണം. കന്യാകുമാരി, കൊച്ചി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഏതോ റൂട്ട് വഴിയാണ് കേട്ടോ പോണത്. ട്രിവാൻഡ്രത്ത് തന്നെയാണ്. സോ അപ്പോൾ നമ്മളിപ്പോൾ പോണത് കൊല്ലം വഴിയായിരിക്കും. പിന്നെ കൊല്ലം വഴിയല്ലേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ണൂരിലേക്കുള്ള ലോങ് ട്രിപ്പിലാണിപ്പോൾ. ഓക്കെ, നമ്മൾ ലോങ് ട്രിപ്പിലാണ്. പെട്രോൾ ഇറങ്ങണോ എനിക്ക്? വണ്ടിക്ക് മൈലേജ് എന്ന് പറഞ്ഞ സാധനം അഴുകി കൂടെ പോയിട്ടില്ല. ഹോൺ ഞാൻ അടിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഹോൺ കൊള്ളാം, നല്ല ഹോൺ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണുണ്ടോയെന്നറിയില്ല. ബ്രേക്ക് കൂടിയടാ. ഗുഡ്. എടാ എന്ത് സ്റ്റീറിങ് വളയാത്തെന്നാ? സ്റ്റീറിങ് വളഞ്ഞ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഇത്രയും നേരം ഇറങ്ങിയിട്ടില്ല. വണ്ടി ഇടിച്ചിരുന്നേനെ ചിങ്ങ താളം തരികിട. ഈ വണ്ടിയൊക്കെ എങ്ങനെയാടാ കൊണ്ടുപോകണം? കൈ കൊതുകും കടിക്കണം. അടിപ്പം ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ട്. ഈ ഗെയിം ആരും അങ്ങനെ കണ്ടിട്ടില്ല അധികം, നമ്മുടെ മാപ്പുള്ള ഗെയിം. ഇതൊരു മോഡും അല്ല, ഈ ഗെയിമിൻ്റെയാണ് ഇത്. മോഡിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. ബസ് സിമുലേറ്ററിലൊക്കെ മോഡിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മളെവിടെ എത്തി? കണ്ണൂർ. എടേ ഇത് മറ്റേ അരൂർ പാലത്തിൻ്റെ ഇതെല്ലാവരും അതേപടി ഉണ്ടല്ലോ. ഓക്കെ, തൃശ്ശൂർ ഇത്രയും പെട്ടെന്ന് മാപ്പിൽ കാണിക്കണോ? നമ്മൾ തൃശ്ശൂർ എത്തി ഇത്രയും പെട്ടെന്ന്. ഇതൊക്കെ ഇപ്പോൾ അപ്പോൾ ആലപ്പുഴയൊന്നും കയറണ്ടേ? ട്രിവാൻഡ്രത്തുനിന്ന് തൃശ്ശൂരാ? അച്ചോടാ, അതേ കണ്ണൂരെത്തി. അങ്ങനെയാണെങ്കിൽ അയ്യോ, ഇടിച്ച്. പക്ഷെ വണ്ടിക്ക് വലിയ സീനൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പതുക്കെ വന്നാൽ ഇടിച്ചിട്ട് പോയാ. എന്തെങ്കിലും ഇത് എന്താണ് ഇത്? ബസ്സിനൊന്നും ഒരു ഇതുമില്ല, ഭംഗിയില്ല. ഭംഗിയുള്ള ബസ്സൊക്കെ നമ്മളെ കേരളത്തിലുള്ള ശരിക്കുള്ള ബസ്. പക്ഷേ നമ്മൾ കേരളം ബസ്സാണെന്ന് തോന്നുന്നു. ഏതെങ്കിലും വല്ല ചാത്തൻ ബസ് വല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ യാത്ര തിരിച്ചിട്ടിപ്പോൾ 8 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മളെ പെട്രോൾ ഷീറ്റ്. ഓക്കെ, അപ്പുറത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അപ്പുറത്താണല്ലേ പെട്രോൾ പമ്പ് ഇരിക്കണം. എൻ്റെ ഒരു പെട്രോളും കുറവ്. എനിക്ക് ഇടിച്ച് കയറ്റാൻ പറ്റുമോ? ഇല്ലടാ. അടുത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ടടാ. വെറുതെ ഞാൻ പിടിച്ച് കയറ്റിയേനെ. ഞാൻ മാപ്പ് ഒന്നും കൂടെ നോക്കിയിരുന്നെങ്കിൽ എനിക്ക് അടുത്ത് തന്നെ പെട്രോൾ പമ്പ് കിട്ടി. പെട്രോൾ പമ്പ് കിട്ടിയിട്ടുണ്ട്. 22, 21. ദൈവമേ, ഇങ്ങനെ കുറയണ പെട്രോൾ മൈലേജ് ഇല്ലാത്ത വണ്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ വണ്ടി. 19, 18.
പെട്രോൾ പമ്പാണേ. എനിക്ക് കണ്ടിട്ട് പെട്രോൾ പമ്പായിട്ടൊന്നും തോന്നണില്ല. അല്ലടാ, അത് പെട്രോൾ പമ്പല്ല. അത് എന്താ വണ്ടിയോ ഉറങ്ങണ സ്ഥലമോ? എനിക്ക് അതല്ല വേണ്ടത്, പെട്രോൾ പമ്പാണ് വേണ്ടത്. കത്തിച്ചു കിട്ടോ? മിക്കവാറും വണ്ടി പകുതിക്ക് അവിടെ ഇങ്ങനെ നിൽക്കും. എട്ടാകാൻ പോണ്. കണ്ണൂർ എത്തിയിട്ടുണ്ട്. നമ്മളൊരു പെട്രോൾ പമ്പ് കണ്ടിട്ടുണ്ട്. അവിടെ വണ്ടി എത്തുമെന്ന് ആദ്യം നോക്കണം. യെസ്, അടിച്ചോടാ മോനെ പെട്രോൾ. അടിസക്കേ എന്നടാ കളി. കാരണം നമ്മൾ 2-3% വ്യത്യാസത്തിന് നമ്മൾ പെട്രോള് 98 എത്രയും പെട്ടെന്ന്. ഞാൻ വണ്ടി എടുത്തില്ലല്ലേ ഇനി നമ്മളൊന്ന്. ഓക്കെ, നമ്മളങ്ങനെ കണ്ണൂരെത്തിയുള്ള ഒരു ഇത് തന്നെയായിരുന്നു. നമുക്ക് വിശക്കുന്നുണ്ടെന്നുള്ള വിശപ്പ് ഉറക്കമൊക്കെ ഉണ്ടല്ലേ നമുക്ക്. ഓക്കെ, സ്ഥലം എത്തിയിട്ടുണ്ട്. സക്സസ്ഫുള്ളി നമ്മുടെ മിഷൻ 12-ാം മിനിറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തിനൊക്കെ തരും. 9 മിനിറ്റ് നമ്മൾ എടുത്തു കേട്ടോ വണ്ടി. ഓക്കെ ഗൈസ്, 8390 രൂപ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. എന്നിട്ട് അതിൽ നിന്നും എന്തൊക്കെയോ പിടിച്ചിട്ടുണ്ട്. 852 രൂപ മാത്രം. ബാക്കി അവരെന്നെ മിഴുങ്ങിയ ദൈവമേ. അത് എനിക്ക് തോന്നുന്നു ടാക്സ് പിടിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, ക്യാഷ് എന്തോ വന്നിട്ടുണ്ട്. ഫ്രീ ക്യാഷാ? ഓ പൊന്നോ, പരസ്യം. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ഈ ഒരു ഗെയിമുമായിട്ട് വന്നെങ്കിൽ സോറി, ഞാൻ എന്തൊക്കെയാണ് പറയണത്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കായി നിങ്ങളെല്ലാവരും കാത്തിരിക്കൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ വരാണ്ടിരിക്കില്ല. അടുത്ത വീഡിയോ ആയിട്ട് ഈ ഗെയിമുമായിട്ട് ഞാൻ പിന്നെയും വരാം. അപ്പോൾ ഓക്കെ, ബൈ.